ഇന്നൊരു സ്പെഷ്യൽ മുട്ടപ്പുട്ടായാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എപ്പോഴും പുട്ട് ഒരുപോലെ തയ്യാറാക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കറിവേപ്പില ഇത്രയിട്ട് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറുമ്പം 4 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മുട്ട ഒന്ന് ഇതുപോലെ ചിക്കിയെടുത്ത് വേവിച്ചെടുക്കണേ. മുട്ട ഇതുപോലെ എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയെടുത്താൽ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിനുള്ള മാവ് ഒന്ന് നനച്ച് വയ്ക്കാം. ഞാനിവിടെ നിറപറയുടെ വൈറ്റ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. ശരിക്കും ഈ ഒരു പുട്ടില്ലേ, നമ്മൾ പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടുപൊടിയുടെ അതേ മണമാണ്. കാരണം ഇവരും ഇത് വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്, നമ്മുടെ പഴയ കാലത്ത് അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഞാൻ ഈ ഒരു പുട്ടുപൊടി സജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പുട്ടുപൊടിയെല്ലാം നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും മസാലയും പുട്ടിൻ്റെ മാവും എല്ലാം ഇടകലർത്തി ഇട്ടിട്ട് ഇതുപോലൊന്ന് എടുക്കണം. എന്നിട്ട് നേരെ പുട്ടുകുടത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ. നല്ലൊരു മണമാണ് കേട്ടോ ഇതിങ്ങനെ വെന്ത് ഇതിൽ നിന്ന് ആവി ഇങ്ങ് വരുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നിറപറയുടെ പുട്ടുപൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും നിറപറയുടെ പുട്ടുപൊടി യൂസ് ചെയ്ത് നോക്കേ.